താഴെ വന്നിരുന്നോളാൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ട മൈനെ? പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് തലയിലമ്മ തലയിൽ ഊവാവ് വന്നിട്ടേ ഒരു മരുന്ന് തേച്ചേക്കണ ഊവാവ് ഇങ്ങനെ. ഹലോ, ഞാൻ ഇന്ന് എൻ്റെ ഹെയർ ഒന്ന് സ്മൂത്തനിങ് ചെയ്യാനെടുത്ത് ബ്യൂട്ടി സലൂണിൽ വന്നേക്കാണ് കേട്ടോ. കുറേ നാളായി മുടി സ്മൂത്തനിങ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നു. ഞാനിപ്പോൾ നാട്ടിൽ പോകാനുള്ള സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ചെയ്തിട്ട് പോകാമെന്ന് കരുതി. ഞാനിപ്പോൾ ഒരു 4-5 തവണയാണ് ഞാൻ സ്മൂത്തനിങ് ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ നിന്നാണ് ഇതുവരെ ചെയ്യാറുള്ളത്. അപ്പം ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ചെയ്തിട്ട് പോകാമെന്ന് കരുതി ഇത്തവണ. കാരണം നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം അങ്ങനെ കളയേണ്ടി, ഇപ്പോൾ ഒരു 5 മണിക്കൂർ എന്തായാലും വേണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ ചെയ്തിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഒരുപാട് സലൂണിൽ ഞാൻ അന്വേഷിച്ചായിരുന്നുണ്ടോ. അപ്പോൾ അവിടുത്തെ റേറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല എന്താ പറയുക നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ ഇടാം. ഇതാണ് നമ്മുടെ മുടിയൊക്കെ ഇതേ സ്മൂത്തനിങ് ചെയ്യുന്ന പ്രിയ ചേച്ചി, മറ്റേത് സൗമ്യ ചേച്ചി, മറ്റു സ്റ്റാഫാണ് കേട്ടോ ബാക്കിലിരിക്കുന്ന ആളുടെ നെയിം എനിക്കതൊന്നും അറിയില്ല കറക്റ്റ്. അങ്ങനെ ഞാൻ ഇതേ ഇവിടെ എത്തിപ്പെട്ടു. നല്ല കമ്പനിയുള്ള ചേച്ചിമാരാണ് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഈ 5 മണിക്കൂർ പെട്ടെന്ന് പോയി. കാരണം ഞങ്ങളിങ്ങനെ മുടി ചെയ്തുകൊണ്ട് ഞാൻ കുറേ സംസാരിച്ചു, വീട്ടിലെ കാര്യങ്ങളെല്ലാം. നല്ല കമ്പനിയുള്ള ചേച്ചിമാരായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ടൂനെ ചേട്ടൻ നോക്കണതിൻ്റെ അവളെങ്ങനെയായിരിക്കും വാശി പിടിക്കുമോ, അതൊക്കെ ഒരു ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷെ അവൾ എന്നെ 5 മണിക്കൂർ അന്വേഷിച്ചിട്ടില്ല കേട്ടോ. ചേട്ടൻ കുറേ കഷ്ടപ്പെട്ടു. അവൾ കുറേ കൊണ്ടുവന്ന് നടന്നു, റോട്ടിലൊക്കെ കൊണ്ടുവന്ന് നടന്നു, കുറേ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ആളായിരുന്നു കാറിൽ ആൾ നോക്കിക്കൊണ്ടിരുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെയായിരുന്നു കാർ പാർക്കിംഗ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടേക്ക് പോയി വരാനും എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വാശിയൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞ കാരണം ഇങ്ങനെ സമാധാനത്തിലിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇനി വാഷ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതേ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് തന്നു ചേച്ചി. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഹെയർ നല്ല ഡാമേജ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പ്രിയ ചേച്ചി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഡാമേജ് വരുന്നതും അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതൊക്കെ ആൾ ക്ലിയർ ആയിട്ട് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് മുടി ശ്രദ്ധിക്കണം. കാരണം ഇല്ലെങ്കിൽ എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകും. എന്നാൽ ഇപ്പോഴേ നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇനി ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇനി മുട്ടച്ചായിട്ട് നടക്കേണ്ട വരുന്നുള്ള അവസ്ഥയിലാണ് എൻ്റെ ഹെയറിൻ്റെ കാര്യം. അപ്പോൾ കുഞ്ഞ് കുറച്ചുകൂടി ലെങ്ത്ത് മുടുക്കി വെച്ച് ഞാനിനി സ്മൂത്തനിങ് ചെയ്യുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. എല്ലാ തവണയും അങ്ങനെ വിചാരിക്കും. പിന്നെ ആ സമയമാകുമ്പോൾ അങ്ങനെ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് മുടി നോക്കാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സലൂണിൻ്റെ ഒരു ഉൾവശം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാരണം ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ അവളുടെ അടുത്ത് പോകാമെന്ന് കരുതി ഹെയറിൽ ക്യാപ്പ് വെച്ച് തരാം കേട്ടോ ചേച്ചി. ക്യാപ്പ് വെച്ചിട്ട് താഴെ വരുന്ന പോയിട്ട് വരാമെന്ന് വെച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് അറിയണ്ടേ രണ്ടാളും. അപ്പോൾ എന്ന് വെച്ചിട്ട് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ക്യാപ്പൊക്കെ വെച്ചിട്ട് താഴത്തോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. ചേട്ടൻ ചുണ്ടിനും കൊണ്ട് ഇവിടെ ഇനി 4 മണിക്കൂർ ഇരിക്കാൻ പോകണട്ടാ. ചേട്ടൻ ഫുഡൊന്നും കഴിച്ചല്ല. അപ്പോൾ ഫുഡൊക്കെ ചുണ്ടടണ്ട. അതെ അവർ നല്ല കുറച്ച് താഴെ വന്നിരുന്നോളാൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ട മൈനെ? പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് തലയിലമ്മ തലയിൽ ഊവാവ് വന്നിട്ടേ ഒരു മരുന്ന് തേച്ചേക്കണ ഊവാവ് ഇങ്ങനെ. പിന്നെ കൊറേ നേരം അയക്കുമ്പോ കൊച്ച തിന്നിട്ട് പിന്നെ നിർത്തി. പിന്നെ ഓടിക്കളി എന്നെ ഓടിക്കളി. ഭക്ഷണം കഴിക്കാൻ ഞങ്ങക്ക് മറിച്ച് കളയും. അപ്പം ഞാൻ കുറച്ച് നേരത്തേക്ക് ഞാൻ വന്നേക്കാണ്ട് ഇനി ഒരു 4:45 ആകുമ്പോഴേക്കും ചെല്ലണം. ആ ചേച്ചിമാർ നല്ല കമ്പനി ചേച്ചിമാരാണ് കേട്ടോ. അവർ അത് കാരണം നമുക്ക് താഴത്തേക്ക് വരാൻ പറ്റും. അങ്ങനെ എല്ലായിടത്തും നമ്മളങ്ങനെ വിടുമെന്ന് അറിയില്ല. അവർ ഞങ്ങൾ പൊക്കോളാൻ പറഞ്ഞ് കുറച്ച് നേരം താഴത്തേക്ക് പോയിരിക്കാം. തൊട്ട് താഴെ നമ്മൾ കാർ ഇട്ടേക്കണം പാർക്കിങ്ങിന്. അപ്പോൾ അത് കാരണം ഞാൻ വേഗം വന്നതാണ്. അങ്ങനെ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് അളിവിൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അവളതിപ്പോൾ ആപ്പിൾ കഴിക്കുകയാണ്. ചോറ് വളരെ കുറവാണ് കഴിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോയിക്കണം. ഉച്ചയ്ക്ക് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു. പക്ഷെ ആൾ കഴിച്ചില്ല. രാവിലെ ചായ കുടിച്ചപ്പോൾ ലേറ്റായ കാരണം ഉച്ചയ്ക്കത്തെ ഫുഡ് ആൾ കഴിച്ചിട്ടുണ്ടായില്ല. പക്ഷെ ആൾക്ക് വിശന്ന് പിടിക്കും. അപ്പോൾ ആളത് ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ പോയിക്കാണ് ഫുഡ് കഴിക്കാൻ. നമ്മൾ തരാൻ പറയാം.
അതിനിപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ ആവും തോന്നുന്നുണ്ട് എനിക്ക് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അവിടെ ചെന്നപ്പോൾ. കാരണം എനിക്കിവിടെ ബ്യൂട്ടി പാർലറിൽ പോകാനായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. നാട്ടിൽ നമ്മൾ സ്ഥിരം പോകുന്നൊരു ബ്യൂട്ടി പാർലറുണ്ട്. അപ്പോൾ നാട്ടിൽ ചെന്നിട്ട് നമ്മൾ ചെയ്യാമെന്നാണ് കരുതിയത്. അപ്പം പിന്നെ നമുക്ക് സമയം കിട്ടില്ല അതിന് വേണ്ടി അവിടെ പോയി കുറേ മണിക്കൂർ ഇരിക്കണം. അപ്പം അത്രയും സമയം നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരിക്കാമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഇവിടുന്ന് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പം ചേച്ചിമാർ നല്ല കമ്പനി ചേച്ചിമാരാട്ടോ. പ്രിയ ചേച്ചി, സൗമ്യ ചേച്ചി കേട്ടോ, ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യണം ഞാൻ ഇവിടെ വരാമെന്ന് തന്നെ വിചാരിച്ചിട്ടു. അപ്പോൾ എനിക്ക് ഇഷ്ടമായി എന്തായാലും. പിന്നെ അവർ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെ വന്ന് കൊച്ചുള്ള കാരണം നമുക്കിത് പുറത്തേക്കൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവളവിടെ ഇരിക്കാത്ത കാരണമാണ് ബുദ്ധിമുട്ടായത്. അവൾക്ക് അതിൻ്റെ ഉള്ളിൽ എത്തിയപ്പോൾ ഭയങ്കര കരച്ചിലായ ആൾ. അപ്പോൾ അവർ പറഞ്ഞു പുറത്തേക്കൊക്കെ പോയിട്ട് പോരെയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തൊട്ട് ഫ്രണ്ടിൽ നമുക്ക് കാർ പാർക്ക് ചെയ്ത് കാരണം നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റി. എനിക്ക് കിടത്ത് ഉറക്കിയിട്ട് വേണം ഇനി രണ്ടാമത് പോകാനായിട്ട്. എനിക്ക് ടെൻഷനായിരുന്നു. സുജാനുണ്ടെങ്കിൽ എന്നാലും എനിക്ക് ടെൻഷനായിരുന്നു ഇരുന്നിട്ട്. വാശി പിടിക്കുന്നുണ്ടോ എന്തായെന്ന് അറിയാണ്ട്. ചുണ്ടു ചുണ്ട് അമ്മേനെ കാണാണ്ടിരുന്ന അമ്മേനെ കണ്ടിട്ട് ഇരുന്ന അമ്മേനെ അന്വേഷണില്ല എന്ന് പറഞ്ഞപ്പ അങ്ങനെ ഞാൻ എന്താ തിരിച്ച് വന്നിട്ട് നടത്തിയ ട്രീറ്റ്മെൻറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കാണാം കേട്ടോ എങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. നമ്മളങ്ങനെ മുടിയെല്ലാം സെറ്റായിട്ടോ. അങ്ങനെ കഴിച്ച് നമ്മളത് ഈ മുടിയൊക്കെ സ്മൂത്തനിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ 5 മണിക്കൂർ സുജാട്ടൻ കഷ്ടപ്പെട്ടു കേട്ടോ. ആളത് കൊച്ചിനെ എടുത്തിട്ട് പുറത്ത് നിന്ന് ഫുഡൊക്കെ കൊടുത്ത് കൊണ്ട് നടന്ന് പാവം സുജാട്ടൻ കഷ്ടപ്പെട്ടു ഞാൻ വരണ വരെ. 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്യാൻ പോകണം. അപ്പോൾ അവിടെ നിന്ന് ഷാമ്പൂ കണ്ടീഷണറൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അത് ബേഗിലാന്ന് തോന്നുന്നു. നമ്മൾ അത് ഡെയിലി യൂസ് ചെയ്യണം. ഡെയിലി ആഴ്ചയിൽ നമ്മളെപ്പോഴും ഹെയർ വാഷ് ചെയ്യണേ. അപ്പോൾ ഷാമ്പൂ കണ്ടീഷണർ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കും. നന്നായിട്ട് മുടി നോക്കാൻ പോകണം. മുടി നല്ല ഡാമേജ് വന്നു എനിക്കറിയാം. കാരണം ഞാൻ നമുക്കിപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഭയങ്കര താരനൊക്കെ വന്നു. ശരിക്കും മുടി ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അവർ ഒക്കെ പറഞ്ഞു തന്നു കേട്ടോ ചേച്ചി. അങ്ങനെ ഇതിൽ സ്പെഷ്യൽ താങ്ക്സ് സുജാചേട്ടനാണ് കേട്ടോ. അതിൻ്റെ കൂടെ നിന്ന് ഉണ്ണീനൊക്കെ ഇത്രയും നേരം നോക്കിയത്. ആൾക്കൊന്ന് ആൾക്ക് ഉച്ചൊരാൾ വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ. അപ്പം ഞാനിനി ബൈ. അപ്പം ഞാൻ ഇനി മറ്റൊരു വീഡിയോയിൽ ശരിക്കും എൻ്റെ മുടി ഇതൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് ബാക്കിൽ നിന്നൊന്നും എടുക്കാനൊക്കെ ആയിട്ടുള്ളൂ. സമയമില്ല. പിന്നെ എടുത്തു തരാൻ പറ്റി ഇനി സമയമില്ലാത്തത് കൊണ്ടാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട ലൈക്ക് ചെയ്യണേ.